കരയാതെ അമ്മേ. ഹേമ ചേച്ചി സ്വർഗത്തിലേക്കല്ലേ പോയത്? അമ്മ ഇങ്ങനെ കരയാതെ. അതെ അതെ, നമ്മുടെ ഹേമയുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം പാതി വഴി ഉപേക്ഷിച്ചിട്ടാണ് അവള് നമ്മെ വിട്ട് പോയത്. അതാലോചിക്കുമ്പോഴാണ് അയ്യോ. അമ്മേ, അമ്മ ഇങ്ങനെ കരഞ്ഞ് പ്രഷറും ഷുഗറും ഒക്കെ കൂട്ടി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ അമ്മേ. എടാ, ഞാനിത് എങ്ങനെ സഹിക്കുമെടാ? എന്റെ കുട്ടിയില്ലാതെ ഇനി ഞാൻ എങ്ങനെ ജീവിക്കും ഇവിടെ? ഞാൻ അവളെ ഒരു മുത്തം കൊടുത്തോട്ടെ, ഇനി എനിക്ക് അതിനൊരു അവസരം ഉണ്ടാവില്ലല്ലോ. എന്റെ മോളെ ഹേമേ, നീ അമ്മയെ വിട്ട് ഇത്ര പെട്ടെന്ന് പോയല്ലോ. അമ്മയുടെ സങ്കടം കാണാൻ പറ്റുന്നതിലും അപ്പുറമാണല്ലോ എന്റെ ഈശ്വര. നമ്മളെ വിട്ടു പോവാൻ അവൾക്ക് കഴിയുമോടാ? നിന്നെയും എന്നെയും നമ്മളില്ലാത്ത ലോകത്ത് ജീവിക്കാൻ നമ്മുടെ ഹേമയ്ക്ക് പറ്റുമോടാ? സ്കൂളിലേക്ക് പോയതല്ലേടാ അവൾ. അവളെ ആരാണ് ഇങ്ങനെ ചെയ്ത്? കരയല്ലേ അമ്മേ, ഇങ്ങനെ കരയല്ലേ. എത്ര നേരമായി മോനെ? അമ്മയെ ആ റൂമിലോട്ട് എങ്ങാനും കൊണ്ടുപോ. അടുത്ത് നിന്നിട്ടാ ഇത്രയ്ക്ക് സങ്കടം. എന്റെ ഹേമേ, ഞാൻ നിന്നോട് പലതും പറഞ്ഞിട്ടുണ്ട്. നീ എന്നോട് അതെല്ലാം ക്ഷമിക്കണേ ഹേമേ. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ലടേ. സോറി സോറി സോറി. ഇതെന്റെ മോളായിരുന്നു. ഞാൻ വഴിയിലൊക്കെ നിൽക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടത് തരുന്ന എന്റെ മോളായിരുന്നു ഇത്. ആരും അന്ന് കൊന്നില്ലെങ്കിലും ഈ അമ്മൂമ്മയ്ക്ക് പൈസ തരുന്ന എന്റെ മോളായിരുന്നു ഇത്. ഇവൾക്ക് ഞാൻ എന്റെ അടുത്ത് ഒന്നും കൊടുക്കാനില്ല. ഈ ഒരു പൂച്ചണ്ട് മാത്രമേ അമ്മൂമ്മ നിനക്കായിട്ട് തരാനുള്ള മോളെ. അമ്മൂമ്മനെ വിട്ട് നീ ഇത്ര പെട്ടെന്ന് പോയി കളഞ്ഞല്ലോടി. നിനക്ക് പകരം അമ്മൂമ്മ പോകുമായിരുന്നല്ലോ. എന്റെ ഈശ്വര, എന്റെ കുട്ടിയെ സ്വർഗത്തിലാക്കണേ. എന്റെ ഹേമേ, ക്ലാസ്സിൽ നിന്ന് പലതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പല അടിപിടികളും നമ്മൾ കൂടിയിട്ടുണ്ട്. അതെല്ലാം ഇത്ര പെട്ടെന്ന് അവസാനിക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്റെ ഹേമേ. നിനക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കാൻ എനിക്ക് ഇത് മാത്രമേ ഉള്ളൂ. ഇനി ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നമ്മൾ തമ്മിൽ ഉണ്ടാവില്ലല്ലോടി. നീ എന്നെ വിട്ട് എത്ര പെട്ടെന്ന് പോകുമെന്ന്. എന്തുണ്ടെങ്കിലും ക്ഷമിക്കണം ഹേമേ. അറിയാതെ സംഭവിച്ചതെല്ലാം മറക്കണം ഹേമേ. എടാ നോക്കടാ, ജീവിച്ചിരുന്ന സമയത്ത് അവളെ ഉപദ്രവിച്ചവളാ ഇപ്പൊ അവളോട് മാപ്പ് പറയാൻ വന്നിരിക്കുന്നു. നീ കണ്ടോടാ? എല്ലാം ഞാൻ കാണുന്നുണ്ട് അമ്മേ. നമ്മളൊന്നും പറയണ്ട. നമ്മുടെ സിറ്റുവേഷൻ ഇപ്പോ അതല്ലല്ലോ അമ്മേ. എന്റെ മോളെ എന്നെ കണ്ട അപ്പൊ തന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഓടിപ്പോയതല്ലേ. നിന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റുമെന്ന് തന്നെയായിരുന്നു എന്റെ വിശ്വാസം. പക്ഷേ ദൈവം നിന്നെ കൊണ്ടുപോയല്ലോടി. ഒരു 10 മിനിറ്റ് നേരത്തെ ആയിരുന്നെങ്കിൽ നിന്നെ രക്ഷിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞത് കേട്ടപ്പോ ഏട്ടന് അവിടെ നിൽക്കാൻ പറ്റില്ല. നിന്നെ ഒന്ന് കാണണമെന്ന് തന്നെ തോന്നുവാ. അവസാനമായിട്ട് ഏട്ടൻ്റെതെന്ന് തരാൻ ഇത് മാത്രമേ ഉള്ളൂ മോളെ. ഇതുപോലത്തെ ഒരവസ്ഥ ഇനി ഏട്ടനില്ലാതിരിക്കട്ടെ. വല്ലാത്ത സങ്കടമുള്ളൊരു ദിവസം തന്നെയാണ് എന്റെ ഈശ്വര.